നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെയാണ് കിട്ടിയത്. എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ VFM ഫോക്കസ് ചെയ്ത് തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ 10th പ്രിലിംസിൻ്റെ ബാക്കി സ്റ്റേജ് എക്സാം ഉള്ളത് കാരണം ഇടയ്ക്ക് അതിൻ്റെ ക്ലാസ്സുകൾ ഇടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ 10th പ്രിലിംസിനുള്ളവർക്കും യൂസ്ഫുൾ ആണ്, അവരും കാണുക. പക്ഷേ മെയിനായിട്ടും 10th പ്രിലിംസ് നോക്കുന്നവർ ഈ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് കണ്ടുപോകുക. കാരണം 10th പ്രിലിംസിന് +2 ലെവലുള്ള രീതിക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് 10th മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതും യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇതും കാണാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 005/2026. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ചോദിച്ചത്. 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ? ഏതാണ് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 മാത്രം. അതായത് പ്രാചീന മലയാളം, ആദിഭാഷ. ഇത് രണ്ടുമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. പ്രാചീന മലയാളം, ആദിഭാഷ. പ്രാചീന മലയാളം, ആദിഭാഷ. ഇത് രണ്ടുമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. അപ്പം നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. വേദാധികാര നിരൂപണം ആരുടെയാണ്? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ തന്നെയാണ്. അഖിലത്തിരുട്ട് ആരുടെയാണ്? അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടെയാണ്. അഖിലത്തിരുട്ടും അരുൾ നൂലും. അഖിലത്തിരുട്ടും അതുപോലെ തന്നെ അരുൾ നൂലും വൈകുണ്ഠ സ്വാമികളുടെയാണ്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം ഇത് ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഓർത്ത് വെച്ചോളുക. കഴിഞ്ഞ പ്രിലിംസിനും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1916. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നു. ഇവിടെ വെച്ചാണ്? പാലക്കാട് വെച്ച് നടന്നു. അപ്പോൾ ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത് എന്നാണ് ചോദ്യം. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ 5 സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ആനി ബെസന്റ്. ആനി ബെസന്റ് ആണ് 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ 1916, 17, 18, 19, 20 ഇങ്ങനെ 5 വർഷങ്ങളിലാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഉണ്ടായത്. ആദ്യം നടന്നത് പാലക്കാടായിരുന്നു, അവസാനം നടന്നത് മഞ്ചേരി ആയിരുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ 1917 കോഴിക്കോട്, 18 തലശ്ശേരി, 19 വടകര, 1920 മഞ്ചേരി. ഇങ്ങനെയൊക്കെയാണ് സമ്മേളനം നടന്ന സ്ഥലങ്ങളും വർഷങ്ങളും. പിന്നെ 1920 ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഷൗക്കത്ത് അലിയും ഗാന്ധിജിയും വന്നത് 1920 അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. വന്ന സ്ഥലം കോഴിക്കോടായിരുന്നേ. അടുത്തത് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ എ ആണ്, വിക്രം മിസി. വിക്രം മിസിയാണ് ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി. 4ാമത്തെ ചോദ്യം. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം. അപ്പം ഗാന്ധിജിയുടെ ബാക്കി പത്രങ്ങളാണ് യങ്ങിൻ്റെയും നവജീവനം. യങ്ങിൻ്റെയും നവജീവനം ഗാന്ധിജിയുടെ തന്നെ പത്രമാണ്. അപ്പോൾ നമ്മൾ ഈ സംവാദ കൗമുദി ആരുടെയാണെന്ന് നോക്കാം. PSC മുന്നേ ചോദിച്ചിട്ടുണ്ട്. സംവാദ കൗമുദി ആരുടെയാണ്? അത് രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സംവാദ കൗമുദി. PSC ചോദിച്ചിട്ടുണ്ട്. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സംവാദ കൗമുദി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ 2-3 പത്രങ്ങളുടെ പേര് കൂടി ഒന്ന് പറഞ്ഞു തരുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. ഇത് 3
ഇത് മൂന്നും ഗാന്ധിജിയുടെയാണ്. ഇത് കൂടാതെ ഒരെണ്ണം കൂടിയുണ്ട് ഹരിജൻ. എന്താണ് ഹരിജൻ? യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. ഇത് 4ഉം ഗാന്ധിജിയുടെയാണ്. സംവാദ് കൗമുദി രാജാറാം മോഹൻ റായിയുടെ ആണെന്ന് പറഞ്ഞു ബംഗാളി ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ രാജാറാം മോഹൻ റായിയുടെ വേറൊരെണ്ണം കൂടിയുണ്ട് മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. മിറാത്ത് ഉൽ അക്ബർ, സംവാദ് കൗമുദി, ഇത് രണ്ടും ആരുടെയാണ്? രാജാറാം മോഹൻ റായിയുടെയാണ്. പിന്നെ PSC ചോദിക്കുന്നതാണ് ബാലഗംഗാധര തിലകൻ്റെ 2 പത്രങ്ങൾ. അത് ഏതൊക്കെയാണ്? കേസരിയും മറാത്തയും. ഓർത്തിരിക്കുക അല്ലേ? കേസരിയും മറാത്തയും ആരുടെയാണ്? ബാലഗംഗാധര തിലകിൻ്റെയാണ്. പിന്നെ ആനി ബസന്റിൻ്റെ ഉണ്ട് ന്യൂ ഇന്ത്യ. ന്യൂ ഇന്ത്യ ആരുടെയാണ്? ആനി ബസന്റിൻ്റെ. അതും ചോദിച്ചിട്ടുണ്ട്. ന്യൂ ഇന്ത്യ ആരുടെയാണ്? ആനി ബസന്റിൻ്റെയാണ്. പിന്നെ വേറൊരെണ്ണം പിടിച്ചോ, ബോംബൈ ക്രോണിക്കിൾ. ബോംബൈ ക്രോണിക്കിൾ ആരുടെയാണ്? ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്തയുടെയാണ് ബോംബൈ ക്രോണിക്കിൾ. ഞാൻ ഈ പറയുന്നതൊക്കെ PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. വന്ദേ മാതരം എന്ന് പറഞ്ഞ് 2 പത്രമുണ്ട്. വന്ദേ മാതരം ഉറുദു ആണെങ്കിൽ ലാലാ ലാജ്പത് റായ്, വന്ദേ മാതരം ഇംഗ്ലീഷിൽ ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ, വന്ദേ മാതരം ഉറുദു ഭാഷയിൽ ലാലാ ലജ്പത് റായും ഇംഗ്ലീഷിലാണെങ്കിൽ ബിപിൻ ചന്ദ്രപാലും. പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഒരു പത്രമുണ്ട്, അത് അൽ ഹിലാലാണ്. അതും PSC ചോദിച്ചിട്ടുണ്ട്. പിന്നെ നോക്കേണ്ടത് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം ദാദാഭായ് നവറോജിയുടെ. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. അപ്പോൾ ഇത്രയും പത്രങ്ങളൊന്ന് ഓർത്തു വെച്ചോളുക. ഇതിൽ നിങ്ങൾക്ക് സംവാദ് കൗമുദി തെറ്റില്ലെന്ന് എനിക്കറിയാം. പിന്നെ ബാലഗംഗാധര തിലകിൻ്റെ കേസരിയും മറാത്തയും ഇതും നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. പിന്നെ വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യ വയോധകൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെയാണ് വോയിസ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാണ്? 1973 ആണ്. 1973 ആണ് ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര പ്രഖ്യാപനം 1976 ആണ്. പാരീസ് ഉടമ്പടി ഏതാണ്? 1783. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 B 2 A 3 C 4 D. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി 1773, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര പ്രഖ്യാപനം 1776, പാരീസ് ഉടമ്പടി 1783, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ഓക്കെ അല്ലേ? അടുത്തത് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ അംഗമായതെപ്പോൾ? ഇന്ത്യ എപ്പോഴാണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗമായതെന്നാണ് ചോദിച്ചത്. 1945 ഒക്ടോബർ 30. ഓപ്ഷൻ സി 1945 ഒക്ടോബർ 30 ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അംഗമായത്. ഇനി 1945 ഒക്ടോബർ 24 കണ്ടോ, അതാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന ദിവസമാണ് ഒക്ടോബർ 24. അപ്പോൾ 24 നിലവിൽ വന്നു, 30-ാം തീയതി ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായി. അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചെനാബ് നദിക്ക് മുകളിലാണ്. ചെനാബ് നദിക്ക് മുകളിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്. പിന്നെ 5 പോഷക നദികളുണ്ട്. 5 പോഷക നദികളിലെ ഏറ്റവും വലിയ പോഷക നദി, 5 പോഷക നദികളിലെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയുന്നത്. അപ്പോൾ ചിനാബ് എന്ന് പറയുന്നത് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഈ ഏറ്റവും വലിയ പോഷക നദിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ട്രോപ്പോസ്ഫിയർ. ഭൂമിക്ക് എത്ര പാളികളാണുള്ളത്? 5 പാളികളുണ്ട്. അതിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. നാം വസിക്കുന്ന പാളികൾ, നമ്മൾ ജീവജാലങ്ങൾ വസിക്കുന്ന പാളിയാണ്. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്നത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? ട്രോപ്പോസ്ഫിയർ ആണ് ഉത്തരം വരുന്നത്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത?
ഉത്തരം ഓപ്ഷൻ എ ആണ് NH44. NH44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. എവിടെ മുതലാണ്? ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ദേശീയപാതയാണ് NH44. അടുത്തത് ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ സി ആണ് നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളിലാണ് ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് നീലഗിരി കുന്നുകൾ. ഈ നീലഗിരി കുന്നുകളിലെ ഉയരം കൂടിയ പർവ്വതനിരയാണ് ദൊഡ്ഡബെട്ട. അടുത്തത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ചണം. ചണമാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഏത് നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതായിരുന്നു? 1951 മുതൽ 1956 വരെ അല്ലേ? മൂന്നാമത്തെ എന്താണ് കൊടുത്തേക്കുന്നത്? ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അതും ശരിയാണ്. അപ്പൊ അതാണ്, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അതായത് 1990 വരെ, 1991 ശേഷമാണ് നമ്മളുടെ ഇന്ത്യയിൽ മാറുന്ന സാമ്പത്തിക നയമൊക്കെ വന്നത്. അപ്പൊ 1990 വരെ 1990 വരെയുള്ള കാലയളവാണ് 7 പഞ്ചവത്സര പദ്ധതികൾ. 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1995, 1990 കാലഘട്ടമാണ്. 1990 ശേഷം ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നു. പുത്തൻ സാമ്പത്തിക നയം അനുസരിച്ച് ഇറക്കുമതി ബദൽ സംവിധാനമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. അപ്പൊ ഇത് നോക്കിയാൽ ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളത് നോക്കിയേക്കണം. ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികൾ ഇറക്കുമതി ബദൽ സാമ്പത്തിക നയമാണ് സ്വീകരിച്ചത്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ. താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. മഹലനോബിസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് വേണ്ടത്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. മഹലനോബിസുമായിട്ട് ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. നമുക്ക് പ്രസ്താവനകൾ വായിക്കാം. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹലനോബിസ് ആണ്. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്? 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. 2ാം പഞ്ചവത്സര പദ്ധതി എന്ത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്? PC മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. PC മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. വർഷം ഏതാണ്? 1956-61. 1956-61 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ്? ഇതിന്റെ ഉത്തരം വരുന്നത് 1ഉം 2ഉം മാത്രം ശരിയാണ്. ബി ആണ്, 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചത്. അത് ശരിയാണ്. ഇനി പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം,
ആഗോളവൽക്കരണം. എന്തൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം അതായത് ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം പ്രൈവറ്റലൈസേഷൻ, ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ. ഇതാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ 3 പ്രധാന ഭാഗങ്ങൾ. ഇത് രണ്ടും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയതെന്ന് പറയുന്നത്. അത് തെറ്റാണ്. ഇറക്കുമതി ബദൽ വ്യാപാര നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയാം. അതായത് ഇറക്കുമതിയെ നിരുത്സാഹപ്പെടുത്തുകയും ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കുന്നതുമായ നയമാണ് ഇന്ത്യ പൊതുവെ സ്വീകരിച്ചിരുന്നത്. ഇറക്കുമതിയെ ഇറക്കുമതി കുറച്ചുകൊണ്ടതാണ് ഇറക്കുമതി ബദൽ സാമ്പത്തിക നയമാണ് 1990 വരെ ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. 1990 ശേഷം വേറൊരു കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഇന്ത്യ എന്താണ് സ്വീകരിച്ചത്? കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമായിരുന്നു ഇന്ത്യ പൊതുവെ സ്വീകരിച്ചത്. അപ്പോൾ എന്തിനാണ്? കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതാണ് ആ 3ലെ തെറ്റുള്ളത്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഇതില് 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ആണ്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. അങ്ങനെ പിൻവാങ്ങിയാലല്ലേ എവിടെ സ്വകാര്യവൽക്കരണം നടപ്പിലാകത്തുള്ളൂ. അടുത്തത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് നൽകുക. ഇതും സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ നോക്കിയോ, 1ാം പഞ്ചവത്സര കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകിയിട്ടില്ല. സ്വകാര്യവൽക്കരണ നയങ്ങളൊക്കെ 1991 ശേഷം വരുന്ന പുത്തൻ സാമ്പത്തിക നയത്തിലൊക്കെയാണ് ഉൾപ്പെടുന്നത്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് സ്വകാര്യവൽക്കരണം എന്നത് തന്നെ. അപ്പോൾ 1ാം പഞ്ചവത്സര കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകിയിട്ടില്ല. അടുത്തത്, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൽ യോജിക്കാത്ത പ്രസ്താവന. അതായത് എന്താണ് പ്രസ്താവനയിലെ മിസ്റ്റേക്ക് നോക്കാം. ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉയർന്ന പലിശ നിരക്കൊക്കെ നൽകി കഴിഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ അതാണ് തെറ്റ്. ഉയർന്ന പലിശ നിരക്കുള്ള ബാങ്ക് വായ്പയും ഉയർന്ന എക്സൈസ് തീരുവയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകിയെന്ന് പറയുന്നത് ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയല്ല. ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സാധ്യത എടുത്തു പറഞ്ഞു. വർഷം ഓർത്തു വെച്ചു. 1955 കാർവേ കമ്മിറ്റിയാണ് ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സാധ്യത എടുത്തു പറയുന്നത്. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. 4ാമത്തത് തെറ്റാണ്. 18 താഴെ പറയുന്നതിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ്, സൈമൺ ജോൺസൺ. ആരാണ്? സൈമൺ ജോൺസൺ ആണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം? പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത് ആർട്ടിക്കിള് 16(4). ആർട്ടിക്കിൾ 16(4). 16(4) എന്താണ്? പിന്നോക്ക സമുദായത്തിനായി തൊഴിൽ സംവരണം ഏർപ്പെടുത്താം. അതാണ് 16(4) പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 16 എന്താണ്? പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. 16 പിന്നോക്ക സമുദായത്തിനായി തൊഴിൽ സംവരണം ഏർപ്പെടുത്താം. അതാണ് 16(4) പറയുന്നത്. പിന്നെ ഇനി ഓപ്ഷൻസിൽ ആർട്ടിക്കിൾ 17 എന്താണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. ഇനി നമുക്ക് ആർട്ടിക്കിൾ 16(6) നിങ്ങൾ കണ്ടു. ആർട്ടിക്കിൾ 16(6) എന്ന് പറയുന്നത് 103ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. 2019 103ാം ഭേദഗതിയില് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ
പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തി. അതാണ് EWS എന്നൊക്കെ പറയില്ല നമ്മൾ. EWS കാറ്റഗറി. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയായിരുന്നു 103-ാം ഭേദഗതി. ആ ഒരു ഭേദഗതിയിലൂടെയാണ് അത് കൂട്ടിച്ചേർത്തത്. 16-ാമത്തെ ആർട്ടിക്കിളിലാണ് ഭേദഗതി വരുത്തിയത്. 30 താഴെ തന്നിരിക്കുന്നതില് തെറ്റായ ജോഡി, റിട്ടുകളും അതിന്റെ ലക്ഷ്യങ്ങളും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള ഏതാണ് നമുക്ക് വേണ്ടത്? ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതായത് 3-ാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ളത് വായിക്കാം. മാൻഡമസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നാം കൽപ്പിക്കുന്നു എന്നാണ്. ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ കോടതി ആ കർത്തവ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. കോ വാറന്റോ എന്താണ്? എന്ത് അധികാരം എന്നുള്ളതാണ് കോ വാറന്റോയുടെ അർത്ഥം. എന്താണ് എന്ത് അധികാരം? ഒരു വ്യക്തി അർഹതയില്ലാതെ സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുമല്ലോ, എന്ത് അധികാരത്തിൽ ഇരിക്കുന്നു? കോ വാറന്റോ എന്ന് പറയുന്നത് എന്ത് അധികാരം എന്ന് പറയുന്നതാണ്. അടുത്തത് 4-ാമത്തെ ഹേബിയസ് കോർപ്പസ് എന്താണ്? ശരീരം ഹാജരാക്കുക അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ തെറ്റിക്കാത്ത ഒരേ ഒരു റിട്ട് അതായിരിക്കും. ഹേബിയസ് കോർപ്പസ് എന്താണ്? അനധികൃത തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ അത് തടയുന്നതിനുള്ള റിട്ട്, അതിനെ വിലക്കിക്കൊണ്ടുള്ള റിട്ടിന് എന്താ പറയുന്നത്? പ്രൊഹിബിഷൻ എന്നാണ്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്താണ്? വിലക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് തെറ്റാണ്. ഇനി സെർഷ്യോററി എന്താണ്? സെർഷ്യോററി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. എന്താണ്? കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിനെ മേൽക്കോടതിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്ന റിട്ടാണ്. അടുത്തത് ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഭരണഘടനാ അസംബ്ലിയിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമാക്കി മാറ്റിയത് അല്ലേ. അടുത്തത് 22-ാമത്തെ ചോദ്യമാണ്. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനം. ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനം ഏതാണ്? ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനം താഴെ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഉത്തർപ്രദേശും തെലങ്കാനയാണ് ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനം. ഉത്തർപ്രദേശ്, തെലങ്കാന. വേറെ 6 സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല നിയമസഭകളുള്ളത്. ഏതൊക്കെയാണ്? കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഈ 6 സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല നിയമസഭകളുള്ളത്. അടുത്തത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റിയുടെ വർഷം ഏതാണ് വർഷം? 1988 ആണ്. 1988-ലെ PK തുങ്കൻ കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ അംഗീകാരം നൽകണം എന്ന് നിർദ്ദേശിച്ച പാർലമെന്ററി സബ് കമ്മിറ്റി. പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണം എന്ന് നിർദ്ദേശിച്ച പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ബാക്കി കൊടുത്തേക്കുന്ന കമ്മിറ്റികൾ ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റികളാണ് ബാക്കി കമ്മിറ്റികൾ കൊടുത്തിട്ടുള്ളത്. പ്രാദേശിക സ്വയം ഭരണം, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അല്ലെ, പഞ്ചായത്തി രാജ്, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനുകളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന കമ്മിറ്റികൾ. അതിൽ ആദ്യത്തേതാണ് ബൽവന്ത് റായ് കമ്മീഷൻ. ഫസ്റ്റ് കമ്മിറ്റി ഏതാണ്? ബൽവന്ത് റായ് കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ 1957 ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അയാളുടെ പേരിൽ തന്നെ 3 പേരുണ്ടല്ലേ, ബൽവന്ത് റായ് മേത്ത. 3 പേരുള്ളതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്ത് രാജിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ബൽവന്ത് റായ് കമ്മീഷൻ. 1957. ഇനി
പിന്നെന്താണുള്ളത്? അത് കഴിഞ്ഞിട്ടുള്ളത് 1977 അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി എന്താണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത. അശോക് മേത്തയിൽ രണ്ട് പേരുകൾ, അശോക് മേത്ത രണ്ട്. ത്രിതലം എന്നുള്ളത് ദ്വിതലമാക്കി, അതായത് 3 2 ചുരുക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. വർഷം 1977, മറ്റേത് 1957, ഇത് 1977. ഇനി ജനതാ ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. പിന്നെ GV റാവു കമ്മിറ്റി, അതായത് GV റാവു കമ്മിറ്റി എന്താണ്? 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. 1988 എന്ത് കമ്മിറ്റി വന്നത്? PK തുംഗൻ കമ്മിറ്റി. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കമ്മിറ്റിയാണ് PK തുംഗൻ കമ്മിറ്റി. അടുത്തത് ആർട്ടിക്കിൾ 19 പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 19 സ്വതന്ത്രത്തിനുള്ള അവകാശ പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് 6 അവകാശങ്ങളാണ് അല്ലെ. 6 സ്വതന്ത്രത്തിനുള്ള അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് 19 തൊട്ട് 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. 25 ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നേടാനും നഷ്ടപ്പെടാനും മാർഗങ്ങളുണ്ട്. ഇതില് എത്ര രീതിയിലാണ് അദ്ദേഹത്തിന് പൗരത്വം നഷ്ടപ്പെടുത്താൻ കഴിയുന്നത്? 3 ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 3 മാർഗങ്ങളിലൂടെ അയാളുടെ പൗരത്വം നഷ്ടപ്പെടുത്താൻ സാധിക്കും. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിലാണ്. ഒന്ന്, പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, പരിത്യാഗം എന്ന് പറയും. അത് ഡിക്ലറേഷൻ നൽകുന്നത് വഴി പ്രായപൂർത്തിയും പ്രാപ്തിയുമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പൗരത്വം നിരാകരിക്കാവുന്നതാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്തത് പൗരത്വം നിർത്തലാക്കൽ. രണ്ടാമത്തത് പൗരത്വം നമുക്ക് നിർത്തലാക്കാം. അതായത് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വന്തം അറിവോടെയും സമ്മതത്തോടെയും സ്വീകരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന്റെ പൗരത്വം നിർത്തലാക്കപ്പെടും. അങ്ങനെയാണ് പൗരത്വം നിർത്തലാക്കല്. 3, പൗരത്വ അപഹരണം. അതായത് നമുക്ക് അയാളുടെ പൗരത്വം വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന വേറെ കുറെ സാഹചര്യങ്ങളുണ്ട്. അതായത് പൗരത്വം വ്യാജമായിട്ട് നേടിയതാണെന്ന് നമുക്കറിഞ്ഞാല്, പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അനാദരവ് പ്രകടിപ്പിച്ചാല്, യുദ്ധകാലഘട്ടത്തില് ശത്രു രാജ്യവുമായി ബന്ധം പുലർത്തിയാല്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ മൂലം പൗരത്വ അപഹരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് 7 വർഷം തുടർച്ചയായിട്ട് സ്ഥിരതാമസമാക്കിയാല്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ മൂലം പൗരത്വ അപഹരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. 26 സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ സി ആണ്, കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. അടുത്ത ചോദ്യം PSC നമ്മുടെ സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടി തരുന്ന ഒരു ചോദ്യമാണ്. ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ D മറ്റു 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന്. ഇതാണ് ചോദ്യം. ഇതിനാണ് PSC വളഞ്ഞു മൂക്ക് പിടിച്ചത്. A പറഞ്ഞു രാജീവ് കുമാർ, B പറഞ്ഞു ജ്ഞാനേഷ് കുമാർ, C പറഞ്ഞു DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ 3 പേരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. D പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? ഇന്ത്യയുടെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇതിന്റെ 4 ഓപ്ഷൻസ് ആണ് ഈ 4 ആയിട്ടാണ് തന്നിരിക്കുന്നത്. ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ആൻസറും പോകുമ്പോഴേ നമുക്ക് അത്രയും സമയം ലാഭിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് PSC ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ചേക്കുന്നത്. ഈ ഒരു ചോദ്യം ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജ്ഞാനേഷ് കുമാർ ആണ്. B പറഞ്ഞതാണ് ശരി. B എന്താ പറഞ്ഞത്? ജ്ഞാനേഷ് കുമാർ. അപ്പൊ B പറഞ്ഞതാണ് ശരി. അതാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. നേരെ വരുന്നതിന് പകരം PSC ഒന്ന് വളഞ്ഞു പിടിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. നിങ്ങൾ അതനുസരിച്ച് മുൻകൂട്ടി പോവുക. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ? താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ? ഏതൊക്കെയാണ്? ഉത്തരം വരുന്ന 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്നാമത്തത്, അയാൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം അല്ലെ. ഇന്ത്യൻ പൗരനായിരിക്കണം.
പിന്നെ തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. ഇനി എത്ര വയസ്സാണ് വേണ്ടത്? 21 വയസ്സാണ്. 25 വയസ്സല്ല, 21 വയസ്സാണ് വേണ്ടത്. 21 വയസ്സാണ് പൂർത്തിയായിരിക്കേണ്ടത്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ തെറ്റാണ്. ഇനി 25 വയസ്സ് എന്തിനാണ് വേണ്ടത്? നിയമസഭ ലോക്സഭയിലോട്ടൊക്കെ മത്സരിക്കാനായിട്ട് 25 വയസ്സ് വേണം. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മീഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, ഇതിൽ ഏതൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി, ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളായിട്ട് ബന്ധപ്പെട്ടതാണ്. സർക്കാരിയ കമ്മീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പൊ നമുക്ക് ബന്ധപ്പെട്ടതാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 2ഉം 3ഉം മാത്രം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അടുത്തത് 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? 2008 തണ്ണീർത്തട നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. നമുക്ക് വായിക്കാം. നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു. തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുമ്പോൾ നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു. തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു. നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. ഇത് മൂന്നും 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകളാണ്. 31 രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. അതായത് വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. 32 സയൻസിലെ ചോദ്യങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. അടുത്തത് സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ സി ആണ് വൈറ്റമിൻ ഡി അല്ലെ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരം സ്വയം നിർമ്മിക്കുന്നത്. അടുത്തത് പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിപ്പിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിപ്പിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയക്ക് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ. എന്താണ്? വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ എന്ന് പറയും. സൂക്ഷ്മാണുക്കള് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിപ്പിക്കുന്ന പോഷകങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ. അടുത്തത് ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കഴിഞ്ഞ എക്സാമിന് കണ്ടായിരുന്നു അല്ലെ. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ആണ് ക്ഷയരോഗം. ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ് ചികിത്സാ രീതി. 36 കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? കേരളത്തില് 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആരാണ്? ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശൈലി. എന്താണ്? ശൈലി. ശൈലി എന്തിനു വേണ്ടിയിട്ടാണ്? 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായിട്ട് ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് ശൈലി. അടുത്തത് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. HIV ആണ് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ്. അടുത്തത് ഫിസിക്സിൽ നിന്നാണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും എങ്ങനെ ആയിരിക്കും? ഓപ്ഷൻ ബി ആണ് രണ്ടും എതിർ ദിശയിലായിരിക്കും അല്ലെ. ന്യൂട്ടന്റെ 3ാം ചലന നിയമം അല്ലെ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും രണ്ടും എതിർ ദിശയിലാണ്.
അടുത്തത് 39, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓപ്ഷൻ ബി ആണ്, ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു പ്രോബ്ലം ആണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? അപ്പോൾ ഒരു ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയെന്നാണ് ചോദിച്ചത്. 10 കിലോഗ്രാം ആണ് മാസ് അതിന്റെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വസ്തുവിന്റെ ഭാരമാണ്. ഭാരം എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് എന്ന് പറയും. വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു വസ്തുവിന്റെ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ W = M × G എന്ന് പറയും. എമ്മിൻ്റെ വാല്യൂ മാസ് 10 കിലോ ആണ് തന്നിട്ടുണ്ട്. ജി എത്രയാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജിയുടെ വാല്യൂ നമുക്ക് 10 m/s² എന്ന് തന്നിട്ടുണ്ട്. 10 × 10 100 ന്യൂട്ടൺ ആണ്. 30 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 35 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ലെങ്തി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് 40 ചോദ്യത്തിൽ നിർത്താം. ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബാക്കി ചോദ്യം മാത്രമായിരിക്കില്ല, അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ മാത്രമല്ല, നമുക്ക് ബാക്കി SCRT NCERT ഒക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും നാളെ ഇനി മുതൽ വരാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്